ഹലോ, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ദില്ലിയിൽ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ അപ്രതീക്ഷിത മിന്നൽ പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഒരുമിച്ചെത്തി പ്രതിഷേധിച്ചു. ഭരണഘടന കയ്യിലേന്തി ഗാന്ധി സ്മൃതിയെ വണങ്ങി ജനഗണമന ആലപിച്ചായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. സർക്കാർ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. Mahatma Gandhi was assassinated over here. Today, the Modi government is assassinating democracy in India, is brutalizing students, is beating students. The opposition is not going to accept this. We are with the students. And Mr. Narendra Modi has to remove. How long you continue here? He has to remove the education minister and he has to apologize. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിത സമരം ആരംഭിച്ചത്. പ്രതിപക്ഷ ഐക്യം വിളിച്ചൂതിയ സമരത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷിയായത്. നീതി നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് എംപിമാർ പറഞ്ഞു. ഡൽഹി നഗരം ഡൽഹി പോലീസ് ഏറ്റെടുത്തിരിക്കുക അടിയന്തരാവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനയുമ്പോൾ അവർക്ക് കവചം സൃഷ്ടിക്കാൻ വേണ്ടി എംപിമാര് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. സമാധാനത്തിന്റെ സന്ദേശം പകരാൻ വേണ്ടിയാണ് എംപിമാര് ഡൽഹി പോലീസിന്റെ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ഗാന്ധി സ്മൃതിയിലേക്ക് വന്ന് ജനഗണമന പാടി ഇത് ആലപിച്ചു. ഇത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കുള്ള സന്ദേശമാണ്. മർക്കടമുഷ്ടിയല്ല വേണ്ടത്, മറിച്ച് ജനാധിപത്യത്തിന്റെ മാർഗമാണ് വേണ്ടത്. ഈ പ്രതിസന്ധിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതല്ലാതെ പാർലമെന്റിലെ നടപടികളോട് ഒരു തരത്തിലും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞു ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നു. എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയില്ല. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊന്നും അല്ലല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്കൊന്നും അല്ലല്ലോ. ഗാന്ധി സ്മൃതിയിലേക്ക് രാജ്യത്തിന്റെ എംപിമാർ വരുന്നതിന്റെ വഴിയിലുടനീളമുള്ള ബാരിക്കേഡ് കൊണ്ട് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആരെങ്കിലും അക്രമം ഉണ്ടാക്കാൻ വരുമോ? ഇവിടെ ആരെങ്കിലും സംഘർഷം ഉണ്ടാക്കാൻ വരുമോ? അപ്പൊ അതുപോലും ഭയപ്പെടുന്ന തരത്തിൽ ഭീരുത്വമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. കുട്ടികളെ സർക്കാരിന് പേടിയാണ്. സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഗാന്ധി സ്മൃതിയിലെത്തിയത്. അവിടെ വന്ദേമാതരം, അവിടെ ദേശീയ ഗാനം ആലപിച്ച് ഗാന്ധിജിക്ക് പ്രണാമം അർപ്പിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ എംപിമാരും പങ്കെടുത്ത മാർച്ചാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനമാകെ കേന്ദ്ര സർക്കാർ ബന്ദിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം. വളരെ സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു. കാണുന്നില്ലേ, ഈ രാജ്യം മുഴുവൻ കാണുകയാണ് പോലീസിന്റെ നരനായാട്ട്. ഇവിടെ CRPF അർദ്ധസൈനിക വിഭാഗത്തിനെ ഇറക്കി സമാധാനപരമായി പ്രതിഷേധിക്കാൻ വന്നവരെയാണ് ഡൽഹി പോലീസ്, മോദിയുടെ പോലീസ് നേരിടുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഈ സർക്കാരിനൊരു പ്രശ്നമല്ല. ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കാൻ വരുമ്പോഴാണ് ഈ ആക്രോശം മുഴുവൻ കാണിക്കുന്നത്. 15 മിനിറ്റ് വരേണ്ട വാഹനം 1.25 മണിക്കൂർ എടുത്ത് ഇവിടേക്ക് എത്താൻ. അപ്പൊ ഇത്രയും സമാധാനപരമായിട്ട് ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം ഈ ഗവൺമെന്റ് ഇതാണ്. ഇപ്പോ ഇവിടെ വിദ്യാഭ്യാസ മേഖല, യുവജനങ്ങളുടെ കാര്യം, ഇതുപോലെ അരക്ഷിതമായ ഒരു സാഹചര്യത്തിലും കണ്ണു തുറക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നരേന്ദ്രമോദിക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാളെ ശക്തമായ പ്രതിഷേധം. നോബൽ മാരിക്കാരനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വസതിയിലുണ്ടായിരുന്നത്. ആദിൽ പാലോടാണ് ഗാന്ധി സ്മൃതിയിലുണ്ടായിരുന്നത്. മുബഷിർ അക്ബർ CJP പ്രതിഷേധത്തിനോടൊപ്പമായിരുന്നു. മൂവരും ചേരുന്നു തത്സമയം എനിക്കൊപ്പം. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക്. നോബൽ മാരിക്കാരൻ,
ഇന്നും അപ്രതീക്ഷിതമായ ഒരു മിന്നൽ സമരത്തിനാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. എങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധത്തിന് തുടക്കം? ആദ്യം നേതാക്കളെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു, അതിനുശേഷം ഒരു ചായ സൽക്കാരം, അതിനുശേഷം മാത്രമാണോ തങ്ങൾ പോകുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ് എന്ന വിവരം രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിക്കുന്നതും ബസ്സുകൾ വിളിച്ചു വരുത്തുന്നതും? നോബൽ. അരുൺ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ 84ാം പിറന്നാളിന് കേക്ക് മുറിക്കായിരുന്നു എംപിമാർക്ക് ക്ഷണമെങ്കിൽ ഇന്നിപ്പോൾ വൈകിട്ട് വരും, നമുക്കൊരു ചായ കുടിക്കുക, അതിനുശേഷം നാളത്തെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ വേണം ഇനി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന കാര്യത്തിൽ കൂട്ടായ തീരുമാനം വേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ എംപിമാരും വരൂ എന്തായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് എംപിമാർക്ക് മാത്രമേ ക്ഷണം ഉണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. പിന്നീട് ഇടതുപക്ഷത്തെ അടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷത്തെ എല്ലാ എംപിമാർക്കും ക്ഷണമുണ്ട് എന്ന കാര്യത്തിലേക്ക് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. നമ്മളവിടെ എത്തുമ്പോഴേക്കും 3 ബസ്സുകൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. അതിൽ 2 ബസ്സുകളാണ് എംപിമാർ പിന്നീട് പുറത്തേക്ക് വന്നത്. ബസ്സുകൾ അകത്തേക്ക് പോയപ്പോഴും നമുക്ക് ഉറപ്പായിരുന്നു എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്ന്. നമ്മൾ എംപിമാരെയൊക്കെ നിരന്തരം മാറി മാറി സംസാരിച്ചു, പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു എന്താണ് പദ്ധതി, എന്ത്. എംപിമാർക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം എംപിമാരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ വരിക, നമുക്ക് ചായ കുടിക്കാമെന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷ് കുമാർ എംപി കയറി പോകുമ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തു എന്താണ് എംപി ഇന്നത്തെ പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് വരാൻ മാത്രമാണ് പറഞ്ഞത്, ബാക്കി നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും ചായ കുടിക്ക് ശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുക നമ്മൾ ഇന്ന് ഗാന്ധി സ്മൃതിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നാണ്. സമാധാനപരമായുള്ള പ്രതിഷേധമാണ് നമുക്ക് ആവശ്യം. ജനങ്ങൾക്കൊപ്പം, വിദ്യാർത്ഥികൾക്കൊപ്പം, യുവാക്കൾക്കൊപ്പം നമ്മൾ നിൽക്കുന്നു എന്നതിന്റെ ഉറച്ച ഒരു സന്ദേശം നൽകാൻ ഇതുവഴി കഴിയും എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എംപിമാർ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ബസ്സിലേക്ക് കയറുന്നു. ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു ആ ബസ്സിന് ഗാന്ധി സ്മൃതി എത്താൻ. കാരണം പലയിടത്തും പോലീസ് ബാരിക്കേഡുകൾ ഇട്ടും ഒപ്പം പോലീസിന്റെ വലിയ വാഹനങ്ങൾ ഇട്ടൊക്കെ തടയാൻ ശ്രമം നടത്തി. പക്ഷേ ഈ പിന്തുണയുമായി വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നു. ആ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ യാത്രയെ മുന്നിൽ നിന്ന് നയിച്ചത് എന്താണ് യാഥാർത്ഥ്യം. അവർ ബാരിക്കേഡുകൾ തള്ളി നീക്കി പോലീസുമായി സംഘർഷത്തിലേർപ്പെട്ടു. പോലീസുമായി വലിയ ഊന്നുതള്ളുമുണ്ടായി. ഒടുവിൽ ഗാന്ധി സ്മൃതിയിൽ നേതാക്കൾ എത്തി സമാധാനപരമായ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തി. അതിനുശേഷം ജനഗണമന അറിയിക്കൊണ്ട് അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ യുവാക്കൾ നാം നിൽക്കുന്ന ഈ ജന്തർ മന്ദിറിനടുത്ത് വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് പ്രതിപക്ഷം എന്നാണ് ഇതിന്റെ കാര്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രാജി ആവശ്യപ്പെടുമ്പോൾ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ദില്ലിയിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നത് എടുത്തു പറഞ്ഞു. പലയിടത്തും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പലയിടത്തും കടകൾ 6:30 അടയ്ക്കണം. രാജ്യ തലസ്ഥാനത്താണ് തുറക്കണം, കടകൾ 6:30 അടയ്ക്കണം എന്ന് നിർദ്ദേശം നൽകും. അത്തരത്തിൽ വലിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും ഒരു രാജിക്ക് പോകേണ്ടിടത്ത് പ്രധാനമന്ത്രി ഒരു പ്രതികരണം മാത്രം, അത് സമൂഹ മാധ്യമത്തിൽ ഒരു പ്രതികരണം മാത്രം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരത്തെ നേരിടുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിൽ ലാത്തിചാർജ് അടക്കമുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ എംപിമാർ, പ്രതിപക്ഷ നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ രാജ്യത്തെ യുവാക്കൾക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും ഒപ്പം ഉണ്ട്. ഇപ്പൊ നീറ്റ് അടക്കമുള്ള പരീക്ഷ ക്രമക്കേടുകൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് കേന്ദ്ര സർക്കാരിനെതിരെ നടന്നെങ്കിലും ഇന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ, മറ്റ് പ്രതിപക്ഷ കക്ഷിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് 2 ബസ്സുകളായി എംപിമാർ ഗാന്ധി സ്മൃതിയിലെത്തി ആ പ്രതിഷേധം പൂർത്തിയാക്കി സമാധാനത്തോടെ മടങ്ങിയിരിക്കുന്നു. നാളെ പാർലമെന്റിൽ ഇതിന്റെ വീണ്ടും പ്രതിഷേധം തുടരും. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്.